ഉണ്ടാവുന്നതാണ്. പക്ഷെ എന്റെ ഗൗരവം എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഗൗരവമില്ല. എനിക്ക് ആരോടൊരു വിദ്വേഷമോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ഈ കവടച്ചിരി അത് എനിക്കില്ല. ഒരിക്കലും എം വി രാഘവൻ 2001 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരുവനന്തപുരം വെസ്റ്റിന് ജയിച്ചപ്പോൾ അദ്ദേഹത്തോട് പിന്നെ ചാനലുകാരും മാധ്യമപ്രവർത്തകരും ചോദിച്ചു, നിങ്ങൾ ഗൗരവക്കാരനാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താ ചിരിക്കാത്തതെന്ന് ചോദിച്ചു. അത് വെറുതെ അഭിനയിച്ച് ചിരിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ചിരിക്കാറുണ്ട്, അതൊരു പുഞ്ചിരിയായിരിക്കും. പക്ഷെ മറ്റുള്ളവരുടെ മാതിരി അഭിനയിച്ചു കൊണ്ട് ചിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എനിക്ക് മനസ്സിലൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആളുകളോട് തുറന്നു പറയും. അതുപോലെ തന്നെ എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കുന്ന ഒരു പ്രതികരണമുണ്ട്. പക്ഷെ അത് തന്നെ ജന്മന എന്റെ മതിനായ പിതാവും അത് ഉണ്ടായിരുന്നു. പക്ഷെ അത് മനസ്സിലൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കൊരു കാര്യം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ മനസ്സിൽ നിന്ന് ആരോടും എനിക്ക് വിദ്വേഷമോ വെറുപ്പോ ദേഷ്യമോ അങ്ങനെ പകയോ ഒന്നും തന്നെ ഇല്ല. എന്തെങ്കിലും കഴിഞ്ഞാൽ പിന്നീട് ആരോടെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ കണ്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഒരു പ്രകൃതമാണ്. പക്ഷെ ആളുകൾ ചിലരുടെ ധരിക്കും ഞാൻ വലിയ ഗൗരവക്കാരനാണ്. ചില ആളുകൾ പറയും സ്വാമിയുടെ അടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളില്ല, അടുക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒക്കെ പറഞ്ഞു. സമൂഹത്തെ സ്വന്തം കുടുംബമായി കരുതിയ സീതി ഹാജിയുടെ പാതയിലൂടെ തന്നെയാണ് PK ബഷീറിന്റെയും യാത്ര. തളർന്നു വീഴുന്നവന് കൈത്താങ്ങായി, വിശക്കുന്നവന് അന്നമായി ബഷീറിന്റെ നിശബ്ദ സേവന സാന്നിധ്യം വേദനിക്കുന്നവർക്ക് ആശ്വാസമാകുന്നു. സ്വന്തം ജീവിതത്തിലുണ്ടായ വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് PK ബഷീർ തന്റെ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. 1996 കാലഘട്ടത്തിൽ എൻ്റെ രണ്ടാമത്തെ മകൾ ഫാത്തിമ കുഞ്ഞ് SSLCക്ക് പഠിക്കുന്ന കാലഘട്ടത്തിലാണ് പെട്ടെന്ന് വയറ്റിലൊരു ട്യൂമർ കാണുകയും അത് മാരകമായ ക്യാൻസർ രോഗമാണെന്ന് അറിയപ്പെടുകയും അങ്ങനെ അതിൻ്റെ ഒരു ചികിത്സക്ക് വേണ്ടി നീണ്ട 4.5 കൊല്ലം ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ചുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മാനസിക വിഷമങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾക്ക് ഇതുപോലുള്ള രോഗങ്ങൾ പാവപ്പെട്ടവരുടെ വീട്ടിൽ വന്നാൽ പാവപ്പെട്ടവരുണ്ടായ അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ കുടുംബബലം കൊണ്ടും ബന്ധുമിത്രാദികൾ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും ഒക്കെ കാര്യങ്ങളൊക്കെ നടന്നുപോയി. കാരണം ഒരു വീട്ടിൽ ഇതുപോലുള്ള മാരകമായ അസുഖമുള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിലും ജോലിയിലോ ബിസിനസ്സിലോ ഒന്നും തന്നെ ശ്രദ്ധിക്കാൻ കഴിയില്ല. വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങാൻ നേരത്തായിരുന്നു കുട്ടിക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകും. അതോടുകൂടി അന്നത്തെ പരിപാടികൾ മാറി. പിന്നീട് ക്യാൻസർ രോഗം നമുക്ക് എല്ലാവർക്കും അറിയാം, കീമോതെറാപ്പി ഇഞ്ചക്ഷൻ ആഴ്ചക്ക് പോകണം, 3 ആഴ്ച കഴിഞ്ഞാൽ വീട്ടിൽ പോകണം. അങ്ങനെ എൻ്റെ മകൾക്ക് 4.5 കൊല്ലമായി ഞാൻ കേരളത്തിലും ഇന്ത്യയിലും കയറി ഇറങ്ങാത്ത ആശുപത്രികളിൽ. അങ്ങനെ വളരെയധികം പ്രയാസങ്ങളും വിഷമങ്ങളും വെച്ച് എൻ്റെ മകൾ എന്നെ 2001 ഞങ്ങളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയി. അന്ന് എൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു ആശയമാണ്, ഇതുപോലുള്ള രോഗങ്ങൾ വരുന്ന, ക്യാൻസർ രോഗങ്ങൾ വരുന്ന, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ വരുന്ന, അതിനേക്കാളൊക്കെ നമ്മൾ കാണാത്ത ഒരു 15-16 കൊല്ലമായി തളർവാദം വിട്ട് കിടപ്പിലാവുന്ന ആളുകളുടെ ഒക്കെ അവസ്ഥ. അങ്ങനെ അവരൊക്കെ സഹായിക്കുക എന്നുള്ളതിലാണ്, സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വന്യനായ പിതാവിന്റെ പേരിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രൂപം കൊടുത്തിട്ടുള്ളത്. ഐക്യജനാധിപത്യ മുന്നണി സംവിധാനം കേരളത്തിൽ അതിശക്തമാണ്. ഒരുപാട് കഴിവുകളുള്ളവരിൽ നിന്നും കുറച്ചുപേരെ തിരഞ്ഞെടുക്കുമ്പോൾ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ സ്വാഭാവികം. അതിനെയെല്ലാം അതിജീവിച്ച് വിജയക്കൊടി പാറിക്കാനുള്ള ശക്തിയുള്ള നേതൃത്വമാണ് ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളത്. ഏറനാട്ടിൽ ഐക്യജനാധിപത്യ മുന്നണി എന്നും ഒറ്റക്കെട്ടാണ്. അതിശക്തമായ മുന്നണി ബന്ധങ്ങളാണ് ഇവിടെ വർഷങ്ങളായി നിലനിന്നു പോരുന്നത്. PK മുഹമ്മദ് ബഷീർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. ബഷീറിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന ഉത്തരവാദിത്വം ഐക്യജനാധിപത്യ മുന്നണിയുടെ മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കടപ്പാടാണ്, ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്, കർത്തവ്യമാണ്. ലീഗിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ സ്ക്രീനിംഗ് ആണ് ഇത്തവണ നടന്നത്. മത്സരയോഗ്യരായ ഒട്ടേറെ നേതാക്കളുള്ള മുസ്ലിം ലീഗിൽ സർവസമ്മതരായ മത്സരാർത്ഥികളെയാണ് ലീഗ് അണിനിരത്തിയിരിക്കുന്നത്. മുഴുവൻ സീറ്റുകളും പിടിച്ചെടുക്കുക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് ഇതിനു പിന്നിൽ. യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ തന്നെ ഏറനാടിന്റെ പോരാളിയായി PK ബഷീറിനെ ഐക്യജനാധിപത്യ മുന്നണി തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ ജനസമ്മതി വിളിച്ചോതുന്നു. ഇത്തവണ ഏറനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന PK ബഷീർ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിരയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരാളാണ്. അദ്ദേഹത്തെ സെലക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻകാല പാരമ്പര്യം, അദ്ദേഹം ബഹുമാന്യനായ സീതി ഹാജിയുടെ മകനാണ് എന്നുള്ളത് ഒരു ഘടകമാണ് എങ്കിലും, കാരണം സീതി ഹാജി അത്രയും വലിയ സേവനം പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ആളാണ്. അതോടൊപ്പം തന്നെ PK ബഷീറിൻ്റെ
സ്വതസിദ്ധമായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആ കഴിവ്, ഏത് കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങി ആളുകളുടെ കാര്യങ്ങൾ നേടിയെടുത്ത് കൊടുക്കുകയും സാധിപ്പിച്ച് കൊടുക്കുകയും അതിനുവേണ്ടി സേവന മനസ്ഥിതിയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബഷീറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഘടകം, അതായത് ജനസേവനത്തിൽ ഒരു നല്ല സമീപനം, ആ ഒരു ഘടകമാണ് പ്രധാനമായും പി.കെ. ബഷീറിനെ ഏറനാട്ടിലെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിൻ്റെ പിറകിലുള്ളത്. അദ്ദേഹം ഏറ്റവും നല്ല ഒരു MLA ആയിരിക്കും ഈ മണ്ഡലത്തിന് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യമായി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയാണ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എൻ്റെ വന്ദനായ പിതാവിൽ നിന്നും രാഷ്ട്രീയം പഠിച്ച് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം മാതൃകയായിക്കൊണ്ടാണ് ഞാൻ ഈ രാഷ്ട്രീയ രംഗത്തേക്കും പൊതുപ്രവർത്തനത്തേക്കും കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് സാധാരണക്കാരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ നന്നായി അറിയാം. അതുപോലെ തന്നെ അവികസിത പ്രദേശമായ ഈ പ്രദേശങ്ങൾ വികസനമെത്താനും വിദ്യാഭ്യാസ രംഗത്തുള്ള പിന്നാക്കാവസ്ഥയൊക്കെ നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശങ്ങൾ, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് 1988. അതുപോലെ തന്നെ സർവീസ് ബാങ്കിന്റെ പ്രസിഡന്റായിരുന്നിട്ടുണ്ട് 13 കൊല്ലത്തോളം. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്. ഈ കാലങ്ങളിലൊക്കെ ഞാൻ നടത്തിയിട്ടുള്ള പൊതുപ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ സാധാരണക്കാരുടെ വികാരങ്ങളും വിചാരങ്ങളും എന്താണെന്നൊക്കെ നന്നായി മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ എന്നെ ഈ നിയോജകമണ്ഡലത്തിൽ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത് അയക്കുവാണെങ്കിൽ ഈ നിങ്ങളുടെ കൂടെ എന്നും ഞാനുണ്ടാവും. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും ആളുകൾക്ക് എന്നെ എപ്പോഴും സമീപിക്കാം, എന്നെ എപ്പോഴും വിളിക്കാം. അത് കാരണം എൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു പൊതുപ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വ്യക്തമായ ഒരു കാഴ്ചപ്പാടും എനിക്കുണ്ട്. കാരണം അതെൻ്റെ മുൻകാല അനുഭവങ്ങൾ, എൻ്റെ പിതാവിൽ നിന്ന് കിട്ടിയുള്ള അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരു പാഠമാക്കിക്കൊണ്ടാണ് ഞാൻ ഈ പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാം. ഒരു ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ വെറും ഗവൺമെന്റ് ഫണ്ടുകൾ മാത്രമല്ല, മറ്റ് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ള പാലിയേറ്റീവ് പോലുള്ള ക്ലിനിക്കുകൾ, അതുപോലെയുള്ള മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പദ്ധതികൾ. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഇന്ന് ആരോഗ്യ മേഖല വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന, ചികിത്സാ രംഗം വളരെയധികം ചെലവ് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളൊക്കെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കാനും കൂടി നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഈ എറണാകുളം അസംബ്ലി നിയോജകമണ്ഡലത്തിൽ നല്ലവരായ നിങ്ങൾ വോട്ടർമാർ, ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ ഐക്യം ജനാധിപത്യത്തിലുള്ള സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് എൻ്റെ ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്നും എനിക്ക് നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണവും ഉണ്ടാകണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പി.കെ. ബഷീർ സാഹിബ് കേരളത്തിലെ നമ്പർ വൺ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു. നമ്മുടെ സ്ഥാനാർത്ഥി ബഷീർ 22,000 വോട്ട് കഴിഞ്ഞ വർഷം പാർലമെന്റിലുണ്ട്. എല്ലാവരുമായിട്ട് കൂടുതൽ ബന്ധമുള്ള ആളാണ്. ഞാൻ ഭൂരിപക്ഷത്തോടുകൂടി പി.കെ. ബഷീർ സാഹിബ് ബഷീർ ജയിക്കും. എന്തായാലും ബഷീർ സാഹിബ് തന്നെ ജയിക്കും. ബഷീർ ജയിക്കുമെന്നാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ UDF-നാണ് ഇപ്പോൾ നമ്മളെ കാണുന്ന കാഴ്ചപ്പാട്. 100% ഒരു സംശയമില്ല. ബഷീർ എന്താ ജയിക്കും. ബഷീർ നല്ലൊരു വ്യക്തിയുടെ ആളാണ്. ബഷീർ സാഹിബ് ജയിക്കണം തന്നെയാണ് ഞങ്ങൾ ആവശ്യം. ബഷീറാക്കാനെ നമുക്ക് ഇവിടെ ജയിപ്പിക്കണം. ബഷീറാക്കാൻ ജയിച്ചും വേണം, നാട് നന്നാവും വേണം. ബഷീറാക്കാൻ ആർപ്പെട്ട ഒരാളാണ് ഞങ്ങൾക്ക് ഇവിടെ നാട്ടിലേക്ക് എല്ലാവർക്കും. അയാൾ ജയിക്കണം. ബഷീറാക്ക നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്നത് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. ഈ ഏറനാട് വായിക്കാൻ ബഷീറിനെ കൊണ്ട് തന്നെ കഴിയുള്ളൂ. ഈ ജനതയ്ക്ക് വിമോചനം കിട്ടണമെങ്കിൽ ബഷീറിനെ കൊണ്ട് തന്നെ സാധിക്കുള്ളൂ. ഏറനാടിന്റെ പ്രിയപുത്രൻ സീതി ഹാജിയുടെ പൊന്നോമന പുത്രൻ പി.കെ. ബഷീർ ഏറനാടിന്റെ സാരഥിയാകുന്നതോടെ വികസനത്തിന്റെ, സാമൂഹ്യ വിപ്ലവത്തിന്റെ, മാനവമൈത്രിയുടെ പുതിയ വിജയ ചരിത്രങ്ങൾക്കാവും വഴിതെളിയുക. നിങ്ങളുടെ തീരുമാനങ്ങൾ ഏറനാടിന്റെ ശോഭനമായ ഭാവിക്ക് വേണ്ടിയുള്ളതാവട്ടെ. ഈ നാടറിഞ്ഞ മുന്നണി, ഈ നാട്ടുകാരെ മുന്നണി, വികസനത്തിൻ മുന്നണി, വിസ്മയമാം മുന്നണി, വീറുണർന്ന മുന്നണി, വീറുണർന്ന മുന്നണി, വിജയമേറും മുന്നണി, ഐക്യത്തിന്റെ പടയണി, ശക്തമായ മുന്നണി, ഐക്യമുന്നണി. ഞങ്ങൾ ജയിച്ചു വരും, കുതികുതിച്ച് വരും. ഞങ്ങൾ ജയിച്ചു വരും, കുതികുതിച്ച്
ഞങ്ങൾ അണിയായി മുന്നേറി വരും, ഞങ്ങൾ അണിയായി മുന്നേറി വരും, ഞങ്ങൾ അണിയായി മുന്നേറി വരും, ഞങ്ങൾ അണിയായി മുന്നേറി വരും. എത്രയെത്ര വികസനം എണ്ണമറ്റ സേവനം, കാട്ടിത്തന്നു സൽഗുണം കർത്തവ്യത്തിൻ തേൻകണം, ഉജ്ജ്വലമാം മുന്നണി, ഉജ്ജ്വലമാം മുന്നണി, ഉമ്മൻചാണ്ടി മുന്നണി, ഉമ്മൻചാണ്ടി മാണിയും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഐക്യമുന്നണി ഞങ്ങൾ ജയിച്ചു വരും, കുതി കുതിച്ച് വരും, ഞങ്ങൾ ജയിച്ചു വരും, കുതി കുതിച്ച് വരും. ഞങ്ങൾ അണിയായി മുന്നേറി വരും, ഞങ്ങൾ അണിയായി മുന്നേറി വരും, ഞങ്ങൾ അണിയായി മുന്നേറി വരും, ഞങ്ങൾ അണിയായി മുന്നേറി വരും, ഞങ്ങൾ അണിയായി